DC യൂണിവേഴ്സ് മുഴുവനായി കൺട്രോൾ ചെയ്യാൻ വേണ്ടി റോക്ക് ഇട്ടൊരു പ്ലാൻ ആണ് ബ്ലാക്ക് ആഡം എന്ന് പറയുന്ന സിനിമ. ബ്ലാക്ക് ആഡം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജെയിംസ് ഗണ്ണിന്റെ പ്ലാൻ എന്ന് പറയുന്നത് പുതിയൊരു DC യൂണിവേഴ്സ് തുടങ്ങുക എന്നുള്ളതായിരുന്നു. ആ യൂണിവേഴ്സിൽ ഹെൻറി കാവിൽ ആയിരിക്കില്ല സൂപ്പർമാൻ എന്നുള്ളത് പുള്ളി നേരത്തെ ഉറപ്പിച്ചൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ റോക്ക് ഡ്വൈൻ ജോൺസന്റെ പ്ലാൻ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. 2022 അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ 7 Bucks സ്റ്റുഡിയോസിന് അണ്ടറിലാണ് ബ്ലാക്ക് ആഡം സിനിമയും അതുപോലെ DC ലീഗ് ഓഫ് സൂപ്പർ പെറ്റ്സ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങുന്നത്. ഈ രണ്ട് സിനിമകളിലൂടെയും റോക്ക് പ്ലാൻ ചെയ്ത് എന്താന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആഡം എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഇപ്പൊ DC ലീഗ് ഓഫ് സൂപ്പർ പെറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നോക്കുകയാണെങ്കിലും അവിടെയും നിങ്ങൾക്ക് ബ്ലാക്ക് ആഡമിനെയും ബ്ലാക്ക് ആഡമിന്റെ സൂപ്പർ ഡോഗിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല ബ്ലാക്ക് ആഡം സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഹെൻറി കാവിലിനെ സൂപ്പർമാനായിട്ട് തിരിച്ചു കൊണ്ടുവന്നതും റോക്കിന്റെ പ്ലാൻ തന്നെ ആയിരുന്നു. ഈ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റിൽ നമ്മൾ കാണുന്നത് ബ്ലാക്ക് ആഡമിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി വരുന്ന സൂപ്പർമാൻ ക്യാരക്ടറിനെയാണ്. അപ്പോൾ റോക്കിന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സീൻ കണ്ട ആളുകൾ ഭയങ്കരമായി ഹൈപ്ഡ് ആവണം, അവര് ബ്ലാക്ക് ആഡമും സൂപ്പർമാനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കണം, ആവശ്യപ്പെടണം എന്നുള്ളതായിരുന്നു. ഇനി എങ്ങാനും അങ്ങനെ ഒരു ഹൈപ്പ് ഓഡിയൻസിന് ഇടയ്ക്ക് വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ DC യൂണിവേഴ്സിന് ഒരു പരിധി വരെ 7 Bucks പ്രൊഡക്ഷൻസ്, അതായത് റോക്കിന്റെ പ്രൊഡക്ഷൻസ് പറയുന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങേണ്ട വന്നേനെ. പക്ഷെ റോക്കിന്റെ ഈ പ്ലാനുകൾ ഒന്നും തന്നെ വർക്ക്ഔട്ട് ആയില്ല. ബ്ലാക്ക് ആഡം സിനിമ ഇറങ്ങി, എന്നാൽ ഇത് ആളുകളുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഹിറ്റ് ഒന്നും ആയിരുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ ഡിസപ്പോയിന്റിംഗ് കാര്യം എന്ന് പറയുന്നത് ഹെൻറി കാവിൽ റോക്കിന്റെ വാക്കും വിശ്വസിച്ചാണ് തിരിച്ചു വന്നത്, എന്നാൽ പിന്നീട് സൂപ്പർമാനായിട്ട് കണ്ടിന്യൂ ചെയ്യാനും പറ്റിയില്ല.